എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് to Gauri Krishan's official YouTube channel. Before going to the video, let me show you some of my pics. അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നത്. ഇതിലെ ഓരോ പിക്സും ഓരോ സ്റ്റേജസിലുള്ളതാണ്. ആൻഡ് ഫൈനലി ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് പിക്ക്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആക്ച്വലി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ എങ്ങനെ ആ വീഡിയോസ് ചെയ്യും, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ സീൻ ബൈ സീൻ ആയിട്ട് കാണിക്കണോ അതോ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഫൈനലി രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്നാണ്. കാരണം റിക്രിയേറ്റ് ചെയ്യാൻ അത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വെച്ചത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. അതും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു. സാധാരണ എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആ ഒരു ഫേസിലുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഓൾറെഡി ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ശരിക്കും സ്കിന്നിനൊക്കെ ഒരു സാഗിങ് ഒക്കെ സംഭവിക്കുമല്ലോ, പെട്ടെന്നൊരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് സംഭവിച്ചതെന്നാണ്. കാരണം സ്കിന്നിൽ സാഗിങ് ഇല്ല. ബിക്കോസ് അങ്ങനെ ഓവർനൈറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വെയിറ്റ് ലോസ് അല്ല ഇത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 to 9 months, ഏകദേശം ഒരു 1 year ഒരു എനിക്കൊരു 4 to 5 or 6 months ആയപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മെലിഞ്ഞത് ഏകദേശം ഒരു 9 months ആയിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം എല്ലാം ഉണ്ട്. വെയിറ്റ് ലോസ്, സ്കിന്ന്, പിന്നെ ഒരുപാട് കോമൻസ്. ഈവൻ ഞാൻ DIY ഫേസ് മാസ്കുകൾ കറക്റ്റാണ് DIY ഫേസ് മാസ്കുകൾ ഇടുമ്പോൾ പോലും പുട്ടി മാറ്റിയിട്ട് കാണിക്കാൻ പറയും. ആക്ച്വലി ഇവർ ഈ ഉദ്ദേശിക്കുന്ന പുട്ടി എന്താ, ഞാൻ നോർമലി വളരെ റയർലിയാണ് ഈവൻ സീരിയൽസിൽ പോലും ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒരു മേക്കപ്പും ഇട്ടില്ല. ദിസ് ഈസ് മൈ നോർമൽ സ്കിൻ. ഇതാ, ഇതിൽ കൂടുതൽ എനിക്ക് കാണിക്കാൻ അറിയില്ല. നോക്കാം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ സ്കിന്നാണ്. അതങ്ങനെ പുട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഞാൻ വെറുതെ പോലും ഇരിക്കാറില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു മേക്കപ്പും എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാം അല്ലെ വേണം എന്ന് തോന്നിയ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 69 kg ഉണ്ടായിരുന്നു. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 153 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഏകദേശം ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 50 to 55 ആണ് വേണ്ടത്. അപ്പം ഞാൻ അത്രയും ഓവർ വെയിറ്റ് ആയിരുന്നു. 69, 68 ആ ഒരു വെയിറ്റിലേക്ക് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ബാഡ് കമൻസും ബോഡി ഷെയ്മിങ്, ഇപ്പോഴത്തെ ഒരു വേർഡാണ് ബോഡി ഷെയ്മിങ്, ഒരുപാട് ഞാൻ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടുതലും യൂട്യൂബിലാണ്. പിന്നെ അറിയാലോ, നമ്മൾ വീടിന് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും അയ്യോ ഇതെന്താ ഇങ്ങനെ വണ്ണം വെച്ച് കോലം കെട്ടുപോലെ. പക്ഷെ മെലിഞ്ഞ് കഴിഞ്ഞാൽ തോന്നുന്നു അയ്യോ ക്ഷീണിച്ചല്ലോ. എനിക്ക് അതിൻ്റെ സൈക്കോളജി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പം എന്നെ കാണുകയാണ് അയ്യേ ക്ഷീണിച്ചല്ലോ എന്ന് പറയുന്നത്. അതേസമയം ഞാൻ വണ്ണം വെച്ചിരുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ തടിച്ച് വൃത്തി കഴിയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഇതിപ്പോൾ എങ്ങനെ ഇരുന്നാലും ഇവർ നല്ലതാണെന്ന് പറയും ദൈവമേ എന്നുള്ളൊരു അവസ്ഥ. പക്ഷെ അത് കുഴപ്പമില്ല. എനിക്കിപ്പം ഈ ഒരു എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഗെയിൻ ആയിരുന്നു. നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാലിന് ഭയങ്കരമായിട്ട് കിതയ്ക്കുമായിരുന്നു. പിന്നെ മുട്ടുവേദന, നടുവിന് ഓൾറെഡി ഡിസ്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഈ വണ്ണം കൂടെ കൂടിയപ്പം ഏറ്റവും വേഴ്സ്റ്റ് കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്കത്.
അപ്പോൾ അറ്റ് എ പോയിന്റ് എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ച് വേണം എന്നൊരു ആ ഒരു സമയത്താണ് ഫൈനലി ഐ ഡിസൈഡഡ് ടു വർക്കൗട്ട്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് ഷാനുവിൻ്റെ ഇടയ്ക്കാണ്. ഓൾറെഡി ഞാൻ ഷാനുവിൻ്റെ വർക്കൗട്ട് ചെയ്ത് മെലിഞ്ഞിരുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നര വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഏതൊക്കെ ഒരു വീഡിയോസിൽ കാണും ഷാനുവിൻ്റെ വർക്കൗട്ട് വീഡിയോ. ആ സമയത്ത് നല്ല മെലിഞ്ഞിരുന്നൊരു സമയമായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചാനലിൻ്റെയൊക്കെ ഫസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം. ആ സമയത്ത് നന്നായിട്ട് ഇത്രയും പോലും അല്ല, ഇതിലും വെയിറ്റ് ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളി വെയിറ്റ് ലോസ് ട്രാൻസിഷൻ ആയിട്ടില്ല. ഞാൻ ചാനലിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആവട്ടെ എന്നിട്ടിടാന്നാണ്. പക്ഷേ ഒത്തിരി റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ടത്. ഇനിയും എനിക്ക് കുറച്ചും കൂടെ മെലിയാനുണ്ട്, കുറച്ചും കൂടെ ബോഡി ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കൂടെ വീഡിയോ ഇടാം. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഷാനുവിൻ്റെ അടുത്ത് റീജോയിൻ ചെയ്തു. എന്നും കണ്ടിന്യൂസ്. എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൂഡോ ഒന്നും വരത്തില്ല. ചില ദിവസം ഞാൻ ഷാനുവിനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്യണ്ട, എനിക്ക് വയ്യ. പക്ഷേ ഷാനുവിൻ്റെ ഒരു ക്യാരക്ടർ ഷാനു സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും വന്ന് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് പോയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഞാനത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു 3 months കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി വണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ടോണ്ടായി. അതായത് വണ്ണം ഉണ്ടെങ്കിലും ഒട്ടും ടോണ്ട് അല്ലാത്തൊരവസ്ഥ. ഇപ്പം ഹണി റോസിൻ്റെ ഒക്കെ എടുത്താൽ അവർ ഭയങ്കര വണ്ണമുണ്ട്, പക്ഷേ അവരുടെ ബോഡി ഭയങ്കര ടോണ്ട് ആൻഡ് ഷേപ്പാണ്. അത് നമുക്കൊരു വൃത്തികേട് തോന്നത്തില്ല. പക്ഷേ എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ വണ്ണം കൊണ്ടൊരു ഭംഗിയില്ലാത്ത അവസ്ഥയുണ്ടല്ലോ, ഒരു മൊത്തത്തിലൊരു എന്താ പറയുക, ഷേപ്പ്ലെസ്, അതാണ് അവസ്ഥ. പക്ഷേ ഒരു 2-3 months ആയപ്പോൾ തന്നെ ബോഡി ടോണ്ടായി. വണ്ണം ഉണ്ടെങ്കിൽ കൂടെ ഒരു എന്താ എനിക്ക് ടോണ്ടായി എന്നുള്ളത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തുള്ളൂ. ഒരു വൃത്തിയും മെനയും അപ്പോഴേ വന്നു തുടങ്ങി. അതിനുശേഷം ഒരു 6-7-8 months ആയപ്പോഴത്തേക്കും ഏകദേശം പെട്ടെന്ന് എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ഞാനൊരു ഏകദേശം 8 to 9 months കഴിഞ്ഞിട്ടാണ് ഈ ഒരു 60-80 68-69 ആ ഒരു റേഞ്ചിന് ഞാനിപ്പം 58-59-57 ഈ ഒരു ഇതിലാണ്. ഇപ്പം 50 റീസെൻ്റ്ലി നോക്കിയപ്പോൾ ഞാൻ 58 ആണ്, ഒരു ഏകദേശം 58 ആണ്. അപ്പം ഏകദേശം ഒരു 10 കിലോയോളം ഇത്രയും സമയം എടുത്താണ് കുറച്ചത്. അതുകൊണ്ടാണ് ഈ കുറേ പേര് പറഞ്ഞ പോലെ സ്കിൻ സാഗ് ചെയ്തില്ലല്ലോ, ഹെൽത്തി ആയിട്ട് വന്നു. കാരണം സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ എനിക്ക് കിട്ടിയത്. അപ്പം ആ ഒരു ഫസ്റ്റ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഫുൾ ബോഡിയാണ് വേഗം. പക്ഷേ എൻ്റെ ഇപ്പോഴും ആംസ് കുറച്ചും കൂടെ ഇനി ശരിയാവാനുണ്ട്. ആംസ്, ബെല്ലി ഒക്കെ ലാസ്റ്റാണ് കുറഞ്ഞത്. പിന്നെ ഫേസ് ഫാറ്റും ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ കുറഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ എനിക്ക് ഓൾറെഡി. പിന്നെ ഒത്തിരി പേര് ചോദിച്ചത് ഡബിൾ ചിൻ എങ്ങനെ മാറി എന്നുള്ളത്. വർക്കൗട്ട് ഈ ഷാനുവിൻ്റെ അടുക്ക വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ ഫുൾ ബോഡിയുടെ ഫാറ്റ് പോയി ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ എൻ്റെ ഫേസ് ഫാറ്റ് പോകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു ജിമിക്സിൽ മാറിയതല്ല. അതായത് ഇപ്പം ഭയങ്കര ഷാർപ്പ് ജോലിനൊന്നും അല്ല, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു ഫേസ് അല്ല. എൻ്റെ ഒരു ഏകദേശം ഒരു റൗണ്ട് ഫേസാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജോലിയോട് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഡബിൾ ചിൻ ഒട്ടും എനിക്ക് ഇല്ല. അത് ഈ പറഞ്ഞതുപോലെ ഗ്രാജുവലി ആ ഒരു പ്രോപ്പർ വേയിൽ സമയമെടുത്ത് പോയതായതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് എൻ്റെ ഫേസും ശരീരവും ഒക്കെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ദ റീസൺ. പിന്നെ ഡയറ്റിൻ്റെ കാര്യം, പിന്നെ രാവിലെ വർക്കൗട്ട്, വൈകിട്ട് എന്നോട് മസ്റ്റായിട്ട് നടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 1 hour, റഫ്ലി ഒരു 1 hour, ചില ദിവസം അത് 45 minutes ആയിരിക്കും, ചിലപ്പോൾ 40 minutes ആയിരിക്കും. 1 hour കൂടിയിട്ടില്ല, 40 minutes കുറഞ്ഞിട്ടുമില്ല. ആ ഒരു റൗണ്ട് ടൈമിൽ ഞാൻ നടക്കും. അത് വൈകുന്നേരം ഇവിടെ നിന്ന് നടന്ന് ഇവിടെ അടുത്ത് ഈ ഏരിയയിലൊക്കെ ഉള്ളവർക്കറിയാം, കമ്പനി മുക്കം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു ഗണപതി ടെമ്പിളുണ്ട്. അവിടെ പോയി ഭഗവാനെ തൊഴുതിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ഭഗവതിയെ തൊഴുതിട്ട് വരുമ്പോൾ കറക്റ്റ് 1 hour. അപ്പോൾ ആ ഒരു നടത്തം ഞാനത് മുടക്കിയിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഡയറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ഞാൻ, ടു ബി ഫ്രാങ്ക്, ഓണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. കാരണം പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഡയറ്റും കൂടെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു 58 എന്നുള്ളത് ചിലപ്പോൾ ഒരു 53 or 52 വന്ന് നിന്നേനെ എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഡയറ്റും കൂടെ നോക്കിയിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ ഒരു ഡയറ്റും നോക്കിയില്ല. കാരണം എന്താ പറയുക, എനിക്ക് ആപാടെ സന്തോഷം ഇപ്പോൾ ഫുഡാണ്. ഫുഡ് കഴിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക.
അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ എനിക്ക് അത് എൻ്റെ ലൈഫിൽ നിന്നും കൂടെ കളഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ എനിക്കെന്തോ ഒട്ടും മെൻ്റലി ഞാൻ ഓക്കെ അല്ല. ഐ വോണ്ട് ടു ഈറ്റ് ഫുഡ് ഐ ലവ്. അതുകൂടെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഡയറ്റ് എടുത്തില്ല. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു, പോർഷൻ കുറച്ചു. പിന്നെ മോർണിംഗ് ഞാൻ 2 മുട്ട, ഒരു ഫുൾ എഗ്ഗും വിത്ത് യോക്കും, പിന്നെ ഒരു 2 മുട്ടയുടെ വെള്ള, ഇത് ഇത്രയും ഞാൻ രാവിലെ ഞാൻ ദോശ ഇഡലി എല്ലാം നിർത്തി. അത് ഞാൻ കംപ്ലീറ്റ്. പക്ഷേ ഇത് പിന്നെ കുറച്ച് സീഡ്സിൻ്റെ ഇതൊക്കെ കിട്ടും, എല്ലാ സീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഒരു കോൺഫ്ലെക്സ് പോലൊരു ഇത് കിട്ടത്തില്ലേ, അത് 1 കപ്പ്. പിന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ പാൽ. ഇതാണ് കുറേ നാളായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ഇഡലി പുട്ട് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷേ ചോറ് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ നോർമൽ നമ്മൾ കഴിക്കുന്ന പോലെ ചോറിൻ്റെയും അളവ് ഞാൻ ഭയങ്കരമായിട്ട് കുറച്ചു. ചോറ് 1 കപ്പാക്കി, നല്ലതായിട്ട് കറികൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ വറുത്തതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തു, ഫുള്ളി അവോയ്ഡ് ചെയ്തില്ല. എനിക്ക് ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തില്ല. പിന്നെ നൈറ്റ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്നത് നിർത്തി. ശരിക്കും ഒരു 7 o'clock ആണ് ഐഡിയൽ ഡിന്നർ ടൈം. പക്ഷേ മറ്റേ നിഴൽ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ അല്ലേ? ഓക്കെ. 8 മണിക്ക് ശേഷം ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് 11-11:30. ഇതായിരുന്നു എൻ്റെ ഡിന്നർ ടൈം. അത് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് 8 മണിക്ക് മുമ്പ് മാക്സിമം ഞാൻ ഡിന്നർ ഫിനിഷ് ചെയ്ത് കിടക്കും. അതായിരുന്നു ഇത്രയാണ് ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളെ. പിന്നെ സ്കിന്നിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ടൂ മച്ച് DIY സംഭവങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുന്നത്. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. കാരണം സ്കിന്നൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയിരുന്നു. എനിക്ക് തന്നെ ഇപ്പം ഇത് കണ്ടോ, ഞാൻ ഒരു മേക്കപ്പും ഇട്ടില്ല. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുളിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനൊരു മോയ്സ്ചറൈസർ പോലും എൻ്റെ ഫേസിൽ ഇപ്പം ഞാൻ ഇട്ടില്ല. പക്ഷേ സീ ദ ഗ്ലോ. പിന്നെ ഇച്ചിരി വേർതിരിക്കുന്നതിനൊരു ഗ്ലോ ഉണ്ട്, പക്ഷേ എന്നാലും സ്കിൻ ഭയങ്കര ഹെൽത്തി ആയി എൻ്റെ. ഞാനിങ്ങനെ ഓരോ ലൈക്ക് കോഫി പൗഡർ, തൈര്, അങ്ങനത്തെ കുറച്ചൊക്കെ ഇതൊക്കെയാണല്ലോ. പിന്നെ ഫുൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിലും ഞാനൊരു ഡ്രിങ്ക് ഇടയ്ക്ക്, എനിക്ക് ഒരു പരിധിവരെ സ്കിന്ന് ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്തൊരു ഡ്രിങ്കാണ്. ലൈക്ക് കുക്കുംബർ, 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയുടെ ഒരു ഹാഫ് ലെമണിൻ്റെ ഹാഫ് പോർഷൻ സ്ക്വീസ് ചെയ്ത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ കുടിക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഡെയിലി അങ്ങനെ നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. അത് ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് ഗുഡ്. എല്ലാം നമ്മൾ ഒരു മയത്തിൽ മീഡിയത്തിൽ കൊണ്ടുപോകും. ഇപ്പം ഈ ഒരു ഡ്രിങ്ക് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കുടിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരും. ചിലപ്പം ഫാറ്റ് അല്ലെങ്കിൽ ഷുഗർ ഡൗണോ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടല്ലാതെ ഞാൻ ഒരു 7 days കണ്ടിന്യൂസ് കുടിക്കുക. പിന്നെ നിങ്ങൾ once or twice in a week അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ കുടിക്കുന്നത്. പക്ഷേ ആ ഒരു ഡ്രിങ്ക് എനിക്ക് നന്നായിട്ട് സ്കിന്ന് അടിപൊളിയാവാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്ലോ വിതിൻ വരത്തില്ലേ. നമ്മളിപ്പം പുറമേ നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വ്യത്യാസം, എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തി ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇത്രയുമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ വെയിറ്റ് ലോസ് പറഞ്ഞാൽ ദിസ് ഇസ് ദ റീസൺ. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നടക്കും, പിന്നെ പ്രോപ്പർ വർക്കൗട്ട് വിത്ത്. അത് ശരിക്കും പറഞ്ഞാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഷാനുവിൻ്റെ അടുത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർ വെയിൽ. ലൈക്ക് ഇപ്പം ഞാനും നോക്കുമ്പോൾ കുറേ പേര് വെയിറ്റ് ലോസ് വന്നാലും ഇപ്പം നമ്മൾ സ്കിന്നൊക്കെ സാഗ് ചെയ്ത് ഏജ് കൂടിയതുപോലെ തോന്നുന്ന കുറേ 2-3 പേരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവം ഞാൻ ഇത്രയും വണ്ണം വെച്ചിട്ട് ഇനി ഈ ഇങ്ങനെ ചുളുങ്ങി വരുമോ? കാരണം ഞാനതിൽ കുറേ പേര് കാണുമ്പോൾ ഐ വാസ് റിയലി ടെൻസ്ഡ്. പക്ഷേ അത് ഷാനുവിൻ്റെ അടുത്ത് ഞാൻ പ്രോപ്പറായിട്ട് വളരെ ഹെൽത്തി ആൻഡ് സയൻറ്റിഫിക് വേയിൽ ആ ഒരു ഈ പറഞ്ഞ ഓവർനൈറ്റ് റിസൾട്ട് അല്ലായിരുന്നു. അതിപ്പോൾ നമ്മളാണെങ്കിലും ചോദിച്ചു ഷാനു എൻ്റെ ഈ കൈയുടെ വണ്ണം ഒന്ന് കുറച്ച് തരുമെന്ന് ചോദിച്ചാൽ അവൻ സമ്മതിച്ചതില്ല. ഷാനുവിനൊരു ഐഡിയ ഉണ്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ഓരോ ഇത് ചെയ്ത് വരണമെന്ന്. അപ്പോൾ ആ ഒരു ഞാനും ക്ഷമയോടുകൂടി നിന്ന് ഈ ഒരു 8-9 മാസത്തിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഇത്. പക്ഷേ ഇത് ഫുൾ റിസൾട്ട് ആയിട്ടില്ല. ഇപ്പോഴും വി ആർ അണ്ടർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള മീൻസ് എൻ്റെ ഒരു എന്താ പറയുക ഗോളെന്ന് പറയുന്നത് 53-54 ആണ്. ഇപ്പോൾ ഒരു 58-57 നിൽക്കുക kg. കാരണം എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ആ ഒരു ഇതിൽ വരണം.
പക്ഷേ ഇപ്പം തന്നെ ഐ എം ഫീലിംഗ് സോ ഹെൽത്തി. എനിക്ക് ടയർഡ്നെസ് ഇല്ല. മറ്റത് കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും നിന്നങ്ങ് അണയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ എല്ലാത്തിനും ഒരു ഐ ഹാവ് സ്റ്റോപ്ഡ് മൈ ഡിപ്രഷൻ ടാബ്ലറ്റ്സ്. എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഐ എം ഫീലിംഗ് സോ ഹെൽത്തി മെൻ്റലി ആൻഡ് ഫിസിക്കലി. രണ്ട് രീതിയിലും ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് നടക്കുമ്പോഴൊക്കെ ഒരു നല്ല എനർജറ്റി, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ളൊരു എനർജി, പിന്നെ മൈൻഡാണെങ്കിലും വളരെ കാമായിട്ട് വെക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ദിസ് ഈസ് ദ റീസൺ. അപ്പം ഇത് ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. പിന്നെ ഞാൻ കുറേയൊക്കെ ആലോചിച്ചത് കഴിയുമ്പോൾ ഞാനിനി വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എടുക്കണം. പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് തിങ്. നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഇത് നോർമൽ വീഡിയോ. ലൈക്ക് എന്താ പറയുക, ഭയങ്കര ജെന്യുവനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. സോ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് തോന്നുന്നു. അപ്പം എന്താ പറയുക, യൂസ്ഫുള്ളായി കാണുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻസിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പം എങ്ങനെയാണ് ഈ വെയിറ്റ് ലോസ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എന്താ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഡയറ്റും കൂടെ ഷാനുവിൻ്റെ അടുത്ത് ന്യൂട്രീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ മെൻ്റൽ പവർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. എനിക്ക് ആ ഒരു പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ എനിക്ക് അത്യാവശ്യം വേണ്ട റിസൾട്ടും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡബിൾ ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡബിൾ ചിൻ ഇപ്പോൾ കവർ ചെയ്തു. വെയിറ്റ് ലോസ്, എക്സസൈസ്, നടത്തം, സ്കിൻ, ഓക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഐ ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ ടു മെനി ഓഫ് യു. അപ്പോൾ എന്തായാലും റിക്വസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഞാൻ എന്തോ പറയണം, യെസ്, പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്, ഞാനിങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ഒരു തിങ്കിങ് രീതി അല്ലേ, നമ്മളുടെ ഒരു തോട്ടൊക്കെ ഭയങ്കര ഇഷ്ടം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞു. ഐ എം സോ താങ്ക്ഫുൾ. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലെ ഇടയ്ക്ക് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ എന്തിനെക്കുറിച്ച് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കോമൻറ്റിൽ ഒരു സജഷൻസ് തരുവാണെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒരു കാര്യം തോന്നി. അപ്പം നിങ്ങൾക്കത് ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓക്കെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പറയണം, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കംപ്ലീറ്റ് സൊല്യൂഷൻ പറഞ്ഞു തരുമെന്നല്ല പറയുന്നത്. കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അപ്പോൾ പറ്റുന്ന പോലെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറയും. അത് കറക്റ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ സംസാരിക്കണം എന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി സമൂഹത്തിൽ വന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് ഇനി വലിയ വിവാദങ്ങളാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ലൈക്ക് ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയാം, കഴിഞ്ഞ ദിവസം നമ്മളുടെ ബഹുമാനപ്പെട്ട അഖിൽ മാരാർ ഒരു പരാമർശം നടത്തിയിരുന്നല്ലോ, ഈ സുഖപ്രസവം എന്നുള്ളത്. ഞാൻ പ്രസവിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയത്തില്ല. പക്ഷേ അത് എനിക്കറിഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ വീഡിയോ ചെയ്യണോ, പിന്നെ വിചാരിച്ച് എന്തിനും വെറുതെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ട്, ചേച്ചി പോഡ്കാസ്റ്റ് തുടങ്ങുമെന്ന്. അപ്പം ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല, ബട്ട് ഐ വിൽ ട്രൈ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് ചിലപ്പോൾ നോക്കാം. ഐ വിൽ ട്രൈ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും വളരെ സമാധാനമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ